ഹലോ ഗൈസ്, അങ്ങനെ തുടരും. ലാലേട്ടനെ ലാലേട്ടനായി കണ്ടൊരു ഫിലിം അല്ലേ? ഒരു പഴയ ലാലേട്ടൻ തിരിച്ചു കിട്ടി. ലാലേട്ടന്റെ ചിരി, ലാലേട്ടന്റെ ആക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. അതൊരു വൺ ട്വിസ്റ്റ്. കാരണം എന്താ പറഞ്ഞാൽ ട്രെയിലർ കണ്ടപ്പോ ഞാൻ എന്റെ മൈൻഡിൽ വിചാരിച്ചത് ഒരു ഫീൽ ഗുഡ് മൂവി, ഫാമിലി ഓറിയന്റഡ് മൂവി എന്നൊക്കെ മൂഡിലെ പോയി കണ്ടത്. ഒരു എക്സ്പെക്ടേഷനേ ഇല്ലാതെ ശരിക്കും ആ ട്രെയിലറിൽ ലാലേട്ടന്റെ ചിരി കണ്ട് പോയി കണ്ട ഒരു ഫിലിമാണ്. പക്ഷേ പറഞ്ഞ സെക്കൻഡ് ഹാഫ് വേറെ ഡയറക്ടർ എടുത്ത് പറയേണ്ട തരുൺ മൂർത്തി. താങ്ക് യു ബ്രോ, താങ്ക് യു സർ. അതായത് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ലാലേട്ടനെ കൊണ്ടുവന്നതിന് ഒരു ബിഗ് താങ്ക്സ്, ഒരു ബിഗ് സല്യൂട്ട്. അത് പറഞ്ഞേ പറ്റൂ. ഞങ്ങൾ ഈ പടം കണ്ടാൽ തന്നെ അറിയും ആ ഡയറക്ടർ, അതായത് ഈ തരുൺ മൂർത്തി എന്ന് പറയുന്ന ആള് ലാലേട്ടന്റെ ഒരു ബിഗ് ഫാനാണ്. കാരണം ഈ ലാലേട്ടന്റെ ഓരോ ഡയലോഗ്സ്, പഴയ ഫിലിംസിനെ ഓരോ, അതായത് പുള്ളിയുടെ എല്ലാ ഇമോഷൻസും പെർഫെക്റ്റ് ആയി പുള്ളി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ അയ്യോ പഴയ നമ്മൾ എങ്ങനെ ആളെ കാണണം ഒരു ബിഗ് സ്ക്രീനിൽ എന്ന് നമ്മൾ വിചാരിക്കണം, അതുപോലെ കാണിച്ചിട്ടുണ്ട് ഇഞ്ച് ബൈ ഇഞ്ച്. അതാണ് ഈ ഫിലിമിന്റെ ഇമോഷൻ ആക്ഷൻ എല്ലാം ഫുള്ളി പാക്ഡ് ഫിലിം. അതായത് ഹെവി എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു. ആസ് എ മോഹൻലാൽ ഫാൻ ഞാൻ വളരെ വളരെ സാറ്റിസ്ഫൈഡ്, 200% സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെ വേണം പറയാൻ. പിന്നെ അറിയാം നമ്മുടെ വില്ലൻ, എന്റെ മോനെ പ്രകാശ് വർമ്മ മാൻ. നിങ്ങൾ എപ്പോഴും, അതായത് കുറെ മുന്നേ തന്നെ സിനിമയിലോട്ട് വരേണ്ട ഒരു ആളാണ്. കുറച്ച് ലേറ്റ് ആയി ശരിക്കും പറഞ്ഞാൽ, എത്രയോ മുന്നേ വരേണ്ട ഒരാളാണ്. വന്നതൊരു സീനാക്കി വിട്ടു. അതിന്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞ മാൻ ഇങ്ങനെ വേണം ഒരു സിനിമ എൻട്രി കൊടുക്കാൻ. വന്നതിന് ശേഷം സിനിമ മാറി, മൂഡ് മാറി. പുള്ളിയുടെ കുറച്ച് ചിരി, ആ കാര്യങ്ങൾ കാണുമ്പോൾ ചങ്ങായുടെ ചിരി തന്നെ നമ്മൾ അങ്ങോട്ട് സഹിക്കാവുക. പ്രകാശ് വർമ്മ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറെ പേർക്ക് അറിയത്തില്ല. ഈ പണ്ടത്തെ ഈ വോഡാഫോൺ സൂസു ആ അഡ്വർടൈസ്മെന്റ് എല്ലാം ചെയ്തത് ഇയാളാണ്. ആഡ് ഡയറക്ടറിന് ഒരു ആക്ടറായി ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും. അതും ഇത്തിരി പെർഫോം സീനൊക്കെ പറഞ്ഞ സീൻ. ഇപ്പോഴത്തെ പെർഫോം ചെയ്യുന്നത് മോഹൻലാലിനെതിരെയാണ്. അതാണ് ഫസ്റ്റ് മൂവി തന്നെ മോഹൻലാലിനെതിരെ പെർഫോം ചെയ്തിട്ടും അതിന് കട്ടക്ക് ആള് പിടിച്ചു നിന്ന്. ഷോറായിട്ടും ആൾക്ക് ഇനി കുറെ മൂവീസ് കിട്ടും, സ്പെഷ്യലി വില്ലനായിട്ട് എന്തായാലും കിട്ടും. അതെന്തായാലും ഉറപ്പാണ്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. കാസ്റ്റ് മൊത്തത്തിൽ കിടുവാണ്. ഓക്കെ, പിന്നെ മോഹൻലാൽ ലാലേട്ടൻ ശോഭന കണക്ഷൻ കെമിസ്ട്രി എന്ന് പറയുമ്പോ പണ്ടോട്ടെ നമ്മൾ കാണുന്നതാണ്. സത്യം, അത് എപ്പോഴും പോലെ നല്ല രസമായിട്ട് പോയി. രണ്ട് മക്കളെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരും റോൾസ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ കാസ്റ്റിംഗ് സത്യം, അതായത് ബിനു പപ്പു ആണെങ്കിലും പോലീസ് ചെയ്തത് പിന്നെ മോഹൻലാലിന്റെ ഫ്രണ്ട്സ് ആയിട്ട് ചെയ്ത കുറച്ച് ആക്ടേഴ്സ് എല്ലാവരും നൈസായി ചെയ്തിട്ടുണ്ട്. പിന്നെ പാസിംഗ് ആക്ടേഴ്സ് എല്ലാവരും ഒരു സ്റ്റോറി വൈസ് നെക്സ്റ്റ് ലെവൽ. പിന്നെ ഫ്രെയിമിങ്, ഈച്ച് ആൻഡ് എവറി ഫ്രെയിം അടിപൊളി സാധനങ്ങളാണ്. പുള്ളി ലാലേട്ടന്റെ ഈ ഒരു ഓറ ഫീലിംഗ് തരുന്ന അങ്ങനത്തെ ആളുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്റെ അമ്മേ. പലരും കുറച്ച് ഫിലിംസ് കുറച്ച് ഡൗൺ ആയപ്പോ പലരും പറഞ്ഞു ലാലേട്ടനെ കൊണ്ട് ഇനി ആക്ഷൻ സീൻസ് ഒക്കെ ഒരു ലിമിറ്റഡാ പറ്റുള്ളൂ, ആക്ടിംഗ് വൈസ് ആണെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ കുറെ മിക്സഡ് റിവ്യൂസും ഫീഡ്ബാക്സും വന്നിട്ട് കാണടേ ഇതാണ് സത്യം, ഇതാണ് ലാലേട്ടൻ, കണ്ടു നോക്ക്. ആളുടെ ഫൈറ്റ് സീൻസ് ആണെങ്കിലും ആക്ടിങ് സ്കിൽസ് ആണെങ്കിലും രോമാഞ്ചം അല്ലേ. ഫുൾ പവറിൽ ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ
എക്സ്പെക്ട് ചെയ്യാതെ ഇത്രയ്ക്കും അടിപൊളിയാവുന്ന ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയല്ല. ഞങ്ങൾ കംപ്ലീറ്റ്ലി, അതായത് ഓൾറെഡി പറഞ്ഞ പോലെ 200% സാറ്റിസ്ഫൈഡ് ആണ് ഈ ഫിലിം. പിന്നെ എടുത്ത് പറയാനുള്ളത് മ്യൂസിക് ആണ്. മ്യൂസിക്കും ഇവര് ഇയാള് തരുമൂർത്തി ഫ്രെയിം ചെയ്യുന്നതും മ്യൂസിക്കും ചില ഷോർട്സും മഴയത്ത് കുറച്ച് ഷോർട്സ് ഒക്കെ അതിലൂടെ മ്യൂസിക്കും കുറിച്ച് വരുമ്പോ ഭയങ്കര ഫീൽ. നമുക്ക് നമ്മളെ ഉള്ളിൽ ഇങ്ങനെ പോകുന്ന പോലെ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക് ഫ്രെയിമിംഗ് ആയിരുന്നു. അങ്ങനത്തെ ഷോർട്സ് എടുത്ത് വെച്ചിരിക്കുന്ന പുള്ളി. നമുക്ക് തന്നെ ചോര കളിക്കുന്ന കുറച്ച് സീൻസ്, വലിയൊരു ഗ്യാപ്പിന് ശേഷം ലാലേട്ടൻ പടം മൊത്തത്തിൽ കണ്ടാ മതി. അതാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ്സിൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതിന്റെ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.